പ്രതാപവർമ്മ നന്ദനയെയും സേതുലക്ഷ്മിയെയും ഭീഷണിപ്പെടുത്തുന്നു. ജോലിസ്ഥലത്തെത്തുന്ന നന്ദന കേസ് വീണ്ടും പുനരന്വേഷണത്തിന് വിട്ട കോടതി വിധിയെക്കുറിച്ച് സംസാരിക്കുന്ന SIയും പ്രതാപവർമ്മയും നേതാവും. ഹരിപ്രസാദ് അമ്മാവനെ ഉപദേശിക്കുന്നു. നന്ദനയെ വഴിയിൽ വെച്ച് കാണുന്ന ശ്യാമപ്രസാദും അമ്മയും. മുത്തശ്ശിയും സേതുലക്ഷ്മിയും കോവിലകത്തെത്തുന്നു. ഇനി തുടർന്ന് കാണുക. നല്ല പണിയാ കാണിച്ചത്. എത്രമാത്രം വിഷമിച്ചെന്നറിയോ? ഒന്ന് പറഞ്ഞിട്ട് പോണ്ടേ? അത് എവിടെ പോയതാ രണ്ടുപേരും കൂടി? രഹസ്യ സ്വഭാവമുള്ള യാത്രയല്ലേ നന്ദനെ? ചോദിച്ചു ബുദ്ധിമുട്ടുന്ന എന്തിനാ? ഞാൻ എത്ര തവണ വിളിച്ചു. കോള് പോവാത്തതാണോ അതോ മനഃപൂർവ്വം ആ ഓപ്ഷനിൽ ആക്കിയതാണോ? എന്തായാലും കിട്ടിയില്ല. ഞങ്ങളൊരു രഹസ്യയാത്ര നടത്തിയിട്ടില്ല. റേഞ്ച് ഇല്ലാത്ത സ്ഥലം ആയതുകൊണ്ടായിരിക്കും കിട്ടാഞ്ഞത്. ഇടയ്ക്കൊരു തവണ സേതുവിന്റെ ഫോണിൽ ബെല്ലുണ്ടായിരുന്നു, പെട്ടെന്ന് കട്ടായി. ഫോൺ എടുക്കാൻ പറ്റുന്ന സാഹചര്യം അല്ലായിരുന്നു അപ്പം. ഇനി നന്ദനയ്ക്ക് എന്താ സംശയം? സംശയമല്ല കുഞ്ഞമ്മ, പതിവില്ലാതെ വരാൻ വൈകിയപ്പോ പേടിച്ചു എന്നുള്ളതാ സത്യം. കുഞ്ഞമ്മ മാത്രമാണെങ്കിൽ സ്ഥിരം യാത്രയുള്ളതല്ലേ. ഇതിപ്പം മുത്തശ്ശി കൂടെ ഉള്ളതുകൊണ്ടാ ടെൻഷനായത്. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ സേതു ഇങ്ങോട്ടൊന്ന് വിളിക്കാനായിട്ട്. എന്നാ ഒരു ടെൻഷന്റെ ആവശ്യമില്ല. മോളുടെ എല്ലാ പേടികളും മാറ്റാൻ വേണ്ടി ചില ക്ഷേത്രങ്ങളിൽ പോയതായിരുന്നു ഞങ്ങള്. അതേതാ ഈ പേടി മാറ്റുന്ന ക്ഷേത്രങ്ങള്? എല്ലാത്തിന്റെ ലിസ്റ്റ് ഇപ്പൊ തന്നെ വേണോ പ്രതിഭേ? അല്ല, ഞാൻ വെറുതെ ചോദിച്ചേ ഉള്ളൂ. നന്ദനയ്ക്ക് വേണ്ടി ചില പ്രാർത്ഥനകളും വഴിപാടുകളും ഉണ്ടായിരുന്നു. കുറെ ദിവസമായി വിചാരിക്കുന്നു. ഇന്ന് സമയം കിട്ടിയപ്പോ നടത്തി കളയാന്ന് വിചാരിച്ചു. അല്ലേ അമ്മേ? അതെ അതെ. ഞാൻ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് വരാം. വാ മോളെ. ചായ ഇടട്ടേ? ഇപ്പൊ വേണ്ട പ്രതിഭേ. അല്ലെങ്കിൽ ഞാനിപ്പോ ചായ ഇടാൻ പോവാ. പിന്നെ നന്ദന കഴിച്ചോ? പിന്നെ ഈ ഞായറാഴ്ച നന്ദന വീട്ടിലുണ്ടാവോ അതോ ടൂറോ മറ്റോ ഉണ്ടോ? ഞാനങ്ങനെ ഇങ്ങോട്ടും പോവാറില്ല, വീട്ടിൽ തന്നെ ഉണ്ടാവും. എന്താ ചോദിച്ചത്? നന്ദനയെ കാണാൻ ഒരാൾ വരുന്നുണ്ട്. എക്സൈറ്റഡ് ആവണ്ട, എന്റെ അമ്മയാ വരുന്നത്. അമ്മയ്ക്ക് നന്ദനെ പിടിച്ച മട്ട. വീട്ടുകാരെ ഒന്ന് പരിചയപ്പെടണമെന്ന്. അതിനെന്താ, വരാലോ. ഉദയന്നൂർ കോലത്തെ പറ്റി അമ്മ കേട്ടിട്ടുണ്ട്. കാണാനൊരു ചാൻസ് വന്നപ്പോ മിസ്സാക്കണമെന്ന് തോന്നിക്കാണും. എന്നാലും വെറുതെ എവിടേക്ക് പോകുന്ന പതിവ് അമ്മയ്ക്കില്ല. എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ട്. അതെന്താ? എനിക്കറിയില്ല കേട്ടോ. ഒരു ക്ലൂ തരാൻ പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല. ഇനി നേരിട്ടറിയാലേ. അതുപോലെ നന്ദനയുടെ നാളെ ഏതാ നമ്മ ചോദിച്ചു. ഞാൻ എങ്ങനെ അറിയാനാ? ഏതാ ജന്മനക്ഷത്രം? അമ്മ എന്തിനാ അതറിയുന്നത്? പുള്ളിക്കാരിക്ക് നാളെ മുഹൂർത്തത്തിലൊക്കെ വലിയ വിശ്വാസ. ഭാഗ്യരാശി നോക്കാനായിരിക്കും. ഇപ്പൊ നന്ദനക്കൊരു ആക്സിഡന്റ് കഴിഞ്ഞല്ലേ ഉള്ളൂ. നാള് പറഞ്ഞില്ല. അവിട്ടം. ഓ, അവിട്ടം. എന്താ? ഏയ് നത്തിങ്. ജോലി നടക്കട്ടെ. അവിട്ടം. കണ്ടപ്പോ എനിക്ക് ആരാന്ന് പിടികിട്ടിയില്ല. ഇപ്പൊ പിടികിട്ടിയോ? പിന്നെ ഇന്നാളിവിടെ വന്നതല്ലേ. വന്ന കാലം നിൽക്കാതെ അകത്തേക്ക് ഇരിക്കാം. വരൂ. അമ്മയ്ക്കൊരു നിർബന്ധം.
ഇവിടെ വന്ന് എല്ലാവരും ഒന്ന് പരിചയപ്പെടണമെന്ന്. ഇവിടുത്തെ മോള് ശ്യാമിന്റെ ഓഫീസിൽ ജോലി ചെയ്യുന്നെന്ന് കേട്ടപ്പോഴേ ഞാൻ വിചാരിച്ചതാ കോവിലകത്തേക്കൊന്ന് വരണമെന്ന്. ഉദയന്നൂരെന്ന് കേട്ടിട്ടുള്ളതല്ലാതെ ആരെയും കണ്ടിട്ടില്ല. ഉള്ളത് പറഞ്ഞാ ഞാൻ ആദ്യമായിട്ട് ഒരു കോവിലകത്ത് വരുന്നത്. രാജഭരണം പോയതിൽ പിന്നെ കോലോത്ത് ഒരു പ്രൗഢിയില്ല. ഒരു സാധാരണ കുടുംബം, അത്രേ ഉള്ളൂ. എന്നാലും പാരമ്പര്യം എന്ന് പറയുന്നത് അങ്ങനെ മായ്ച്ചു കളയാൻ പറ്റുന്നതാണോ? നമ്മുടെ വീട്ടുപേരെന്താ പറഞ്ഞത്? നന്ദിയോട്. ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാ കേൾക്കുന്നത്. പഴയ തറവാടാ. കുടുംബത്തിലിപ്പോഴും കാവും പൂജയൊക്കെ ഉണ്ട്. ഏതൊരു ശുഭകാര്യത്തിന് പോകുമ്പോഴും ഇപ്പോഴും കാവിൽ തൊഴുതിട്ടേ ഇറങ്ങാറുള്ളൂ. രാവിലെ ഞങ്ങൾ തൊഴുതിട്ടേ ഇറങ്ങിയത്. സേതു മേഡത്തിന് ഇത്തരം ഓർത്തഡോക്സ് കാര്യങ്ങളിൽ വിശ്വാസമില്ലായിരിക്കും. ഒക്കെ ഓരോ വിശ്വാസങ്ങളല്ലേ. വിശ്വാസം ഉള്ളവരത് പാലിച്ചോട്ടെ, ഇല്ലാത്തവർക്ക് ഇഗ്നോർ ചെയ്യും. ഓഫീസിലെ സാർ അമ്മയും കൊണ്ടുവന്നിട്ട് നന്ദന എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? പ്രത്യേകിച്ച് എന്ത് മിണ്ടാൻ അല്ലേ മോളെ? നന്ദന പൊതുവെ അധികം സംസാരിക്കുന്ന കൂട്ടത്തിലല്ലാന്നാ തോന്നുന്നത്. കുറച്ച് റിസർവ്ഡ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിന് ജോലി കഴിഞ്ഞിട്ട് ഓഫീസിൽ സംസാരിക്കാൻ സമയം കിട്ടിയിട്ട് വേണ്ടേ? ആഹാ, അപ്പൊ സംസാരിക്കാനൊക്കെ അറിയാം. ഇതിനാ വടി കൊടുത്ത് അടി വാങ്ങാന്ന് പറയുന്നത്. ചായ കുടിക്ക്, ചൂടാറും. ഇത് ചായ മാത്രമല്ലല്ലോ. മോള് പറഞ്ഞിരുന്നു ഞായറാഴ്ച ചിലപ്പോ സാറും അമ്മയും കൂടി വരുമെന്ന്. അല്ല, നന്ദനയുടെ അമ്മയെ കണ്ടില്ലല്ലോ. ഞാനത് പറയാൻ തുടങ്ങുകയായിരുന്നു. വിദ്യേട്ടത്തി പ്രതിഭേ, അടുക്കളയിലെ കഥ കടച്ചിട്ടില്ലേ? അടച്ചു. ഒന്ന് ചെന്ന് നോക്കിയേ. ഞാൻ അടച്ചതാണെന്നേ. നന്ദനയുടെ അമ്മ ഇവിടെയല്ല താമസം, തൃശ്ശൂരാ. ഹസ്ബൻഡിന്റെ കോവിലകം അവിടെയാ. അപ്പോ അച്ഛനും അമ്മയും അവിടെയും മോൾ ഇവിടെയും. അയ്യോ, അത് നന്ദനയുടെ അച്ഛനല്ല. പ്രതിഭ പറഞ്ഞത് ശരിയാ. നന്ദനയുടെ അച്ഛൻ മരിച്ചുപോയി. അമ്മ പിന്നീട് ഒരാളെ വിവാഹം കഴിച്ചു. ആ ബന്ധത്തിൽ 2 മക്കളും ഉണ്ട്. അപ്പോ ഒരു കാര്യത്തിൽ നന്ദനും എന്റെ മോനും തുല്യ ദുഃഖിതരാ. ഇവന്റെ അച്ഛനും ജീവിച്ചിരിപ്പില്ല. ആക്സിഡന്റ് ആയിരുന്നു ദുബായിൽ വെച്ച്. എന്നിട്ട് ചേച്ചി രണ്ടാമത്തെ കല്യാണം കഴിച്ചില്ല? എന്നാ നന്ദനയുടെ അമ്മ പുനർവിവാഹം ചെയ്തത് ഒരു തെറ്റായോ കുറവായോ ഞാൻ കാണുന്നില്ല. ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങൾ ഓരോന്നാണല്ലോ. ഞങ്ങളിപ്പോ വന്നത് വെറും ഒരു സന്ദർശനത്തിനല്ല, മറിച്ച് ഒരാലോചനയായിട്ടാ. വളച്ചു കെട്ടാതെ ചോദിക്കുക, നന്ദനെ എന്റെ മോന് തന്നേക്കോ? ശ്യാമിന് മോളെ ഇഷ്ടമാ. എനിക്കും ഇഷ്ടപ്പെട്ടു. കോവിലകം അല്ലെന്നേ ഉള്ളൂ, നന്ദിയോട്ട് തറവാട് പാരമ്പര്യത്തിലും പ്രതാപത്തിലും ഒട്ടും പിന്നിലല്ല. അന്വേഷിച്ചു നോക്കാം. പക്ഷേ ഇപ്പൊ തീരുമാനം പറയണ്ട, ആലോചിച്ചറിയിച്ചാ മതി. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ.
ശ്യാമപ്രസാദിന്റെ അമ്മ കുറച്ചു മുമ്പ് വിളിച്ചിരുന്നു. അവര് വീട്ടിൽ തിരിച്ചെത്തിയെന്ന്. മറ്റൊരു കാര്യം കൂടി അറിയാൻ വേണ്ടിയാ വിളിച്ചത്. നന്ദന എന്തു പറഞ്ഞു എന്നവർ ചോദിച്ചു. കുഞ്ഞമ്മ എന്ത് പറഞ്ഞു? എന്റെ അഭിപ്രായമല്ല, മോളുടെ അഭിപ്രായം അവർക്കറിയേണ്ടത്. ശ്യാം സാറിനെ കുറിച്ചാണെങ്കിൽ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നല്ല അഭിപ്രായം എനിക്ക്. നല്ല സ്വഭാവമുള്ള ആളാണ്, വെൽ ബിഹേവ്ഡ് ആണ്. പക്ഷെ സാർ ഇങ്ങനൊരു പ്രപ്പോസലുമായി കുഞ്ഞമ്മയ്ക്കും മുത്തശ്ശിക്കും എന്റെ മനസ്സ് കൃത്യമായിട്ട് വായിച്ചെടുക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ശ്യാം സാറിന്റെ അമ്മയോട് അപ്പൊ തന്നെ അഭിപ്രായം അറിയിക്കേണ്ടതായിരുന്നു. മറ്റൊന്നുമല്ല, ഒരിക്കൽ കല്യാണ മണ്ഡപത്തിൽ കയറിയതാ ഞാൻ. മുഹൂർത്തത്തിന് തൊട്ടു മുമ്പ് അത് നടക്കാതെ പോയി. അന്ന് എനിക്ക് വേണ്ടി താലി പണിയിച്ച ഒരാളുണ്ട്, ഹരിയേട്ടൻ. ആ താലി ഇപ്പോഴും ഹരിയേട്ടൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഹരിപ്രസാദുമായി മോക്കുള്ള റിലേഷനൊന്നും ഞങ്ങൾക്കറിയാത്തതല്ല. ഇക്കാര്യത്തിൽ ഇവിടെ ഒരാളും ഒരഭിപ്രായം മോളെ അടിച്ചേൽപ്പിക്കില്ല. ഒരിഷ്ടത്തിന് പണ്ട് ഞങ്ങൾ തടസ്സം നിന്നതിന്റെ ദുരിതം ഇനിയും തീർന്നിട്ടില്ല. എന്നാലും ഞാനൊരു സംശയം ചോദിക്കുക. മുത്തശ്ശിയുടെ ഒരാശങ്കയാണെന്ന് കൂട്ടിക്കോ. നിശ്ചയിച്ചുറപ്പിച്ച കല്യാണമാണ് അന്ന് മുടങ്ങിയത്. അതൊരു നിമിത്തമല്ലേ? ദയവായിട്ട് നിങ്ങളെ കൂട്ടിച്ചേർക്കാതിരുന്നതല്ലേ? അല്ല മുത്തശ്ശി, അതിനുശേഷം ദൈവം ഞങ്ങളെ കൂടുതൽ അടുപ്പിക്കുക ചെയ്തത്. കല്യാണം മുടങ്ങിയതിനു ശേഷം ഹരിയേട്ടനും ഞാനും പരസ്പരം മനസ്സിലാക്കാൻ തുടങ്ങിയത്. ഹരിപ്രസാദിനെ കുറിച്ച് ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. മിടുക്കന്. അതുകൊണ്ടല്ല സേതു, ഒരിക്കൽ അടർന്നു മാറിയ ബന്ധം വീണ്ടും വിളക്കി ചേർക്കണമെന്നാ എന്റെ സംശയം. ഒരു കാര്യമുണ്ട് മുത്തശ്ശി, എന്നെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് ഹരിയേട്ടൻ എന്നെ സ്നേഹിക്കുന്നത്. ഞാൻ ആരാ, എന്താ, എന്റെ ജന്മത്തിന്റെ പേരിലുള്ള കളങ്കം എന്താ ഒക്കെ അറിയാം. എന്നാ ശ്യാം സാറിന് എന്താ അറിയാവുന്നത്? അത് മാത്രമല്ല, ഹരിയേട്ടൻ എനിക്ക് വേണ്ടി കാത്തിരിക്കുക. വാക്ക് കൊടുത്തതാ ഞാൻ. ഇനി ആ വാക്ക് തിരുത്താൻ പറ്റില്ല. ഞാനത് ചെയ്യില്ല കുഞ്ഞമ്മേ. എന്റെ ഹരിയേട്ടനെ മറന്ന് എനിക്കങ്ങനെ ചെയ്യാൻ പറ്റില്ല. എന്തു പറയുന്നു സേതു? പറയാനോ അറിയാനോ ഉള്ളതെല്ലാം നന്ദനയുടെ വാക്കുകളിൽ ഉണ്ടായിരുന്നല്ലോ അമ്മേ. അവളുടെ നിലപാടാ ശരി. ആ ശരിയെ അനുകൂലിക്കുക നമ്മൾ ചെയ്യേണ്ടത്. അപ്പോ ശ്യാമപ്രസാദിനോട് എന്തു പറയും? അത് നമ്മളാ സംസാരിക്കേണ്ടത്. വരട്ടെ, സംസാരിക്കാം. മുത്തശ്ശി, ഞാൻ ഓഫീസിലേക്ക് ഇറങ്ങുവാണേ. ആ, ഇറങ്ങിയോ? ആ, 10 മിനിറ്റ് എന്നാ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ലേറ്റ് ആവും കുഞ്ഞമ്മേ, ഞാൻ പോയിക്കോളാം. ആ നന്ദനെ, ശ്യാമപ്രസാദിനോട് മോളായിട്ട് കൂടുതലൊന്നും പറയണ്ട. ഞങ്ങൾ സംസാരിച്ചോളാം. ശ്യാം അമ്മയും കുട്ടിയല്ലേ പ്രപ്പോസലുമായി വന്നത്. അപ്പോ വീട്ടുകാരുടെ ലെവലിൽ നിന്ന് തന്നെ അത് കൈകാര്യം ചെയ്യാം. ശ്യാം സാർ എന്നോട് എന്തെങ്കിലും ചോദിച്ചാലോ? അതിന് സാധ്യതയുണ്ട്. തുടർന്നും ആ ഓഫീസിൽ ജോലിക്ക് പോകേണ്ടതല്ലേ. അതുകൊണ്ട് വെട്ടി തുറന്നൊന്നും പറയണ്ട. മോള് ചെല്ല്.
ഹലോ. ഹലോ, ഉദയന്നൂർ കോവിലകം അല്ലേ? അതെ, ആരാണ്? ഞാൻ ശ്യാമിന്റെ അമ്മയാ. നന്ദനമോളാണോ സംസാരിക്കുന്നത്? അല്ല, ഞാൻ നന്ദനയുടെ അമ്മായിയാ, പ്രതിഭ. ശബ്ദം കേട്ടിട്ട് ചെറിയ കുട്ടിയെ പോലെയുണ്ട്. അങ്ങനെ പലരും പറയാറുണ്ട്. ആളിനെ കണ്ടാലും അധികം പ്രായം തോന്നില്ല. എനിക്കങ്ങനെ വലിയ പ്രായമൊന്നുമില്ല ചേച്ചി. ഞാൻ വിളിച്ചതേ ഒരു പ്രധാന കാര്യത്തിന് വേണ്ടിട്ടാ. ഭാഗീരഥി അമ്മയല്ലേ അവിടെ? അമ്മ അപ്പുറത്തെവിടെയാണെന്ന് തോന്നുന്നു. എന്ത് കാര്യമുണ്ടെങ്കിലും എന്റെ അടുത്ത് പറയാം. നന്ദനയുടെ സ്വന്തം ആളാ ഞാൻ. പ്രതിഭാമായിന്ന് തികച്ചു വിളിക്കില്ല നന്ദന. ഞങ്ങൾക്ക് ഒത്തുനോക്കാൻ വേണ്ടി നന്ദനയുടെ ജാതകം ഒന്ന് വേണമായിരുന്നു. അവിട്ടോ നാളെന്നറിയാം, അത് പോരല്ലോ. ശ്യാമപ്രസാദിന്റെ നാളേതാ? ചതയം. അവിട്ടം ചതയം അല്ല, മുന്നാളല്ല. അത് ഞാൻ നോക്കി. ഇനി ജന്മസമയം കൃത്യമായി അറിയണം. ജോലിസിനെ കൊണ്ട് നോക്കിക്കണം. അത് വേണം, അത് വേണം. പൊരുത്ത് ശരിയായി വന്ന ഒരു ഡേറ്റ് നിശ്ചയിച്ച് എല്ലാവരും ഒന്ന് ഒത്തുകൂടണം. ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാലോ. അത് ശരിയാ. നന്ദനയുടെ അമ്മായി ആയതുകൊണ്ട് പറയല്ല കേട്ടോ. ഇത്രയും സ്വഭാവ ഗുണമുള്ള ഒരു കുട്ടി ഈ ജില്ലയിൽ വേറെ കാണില്ല. ആ കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടിയാ. എന്നാ പിന്നെ വിവരങ്ങൾ അറിയിക്കാം കേട്ടോ ചേച്ചി. ശരി, ആയിക്കോട്ടെ. ശരി. അല്ല, അറിയിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. എനിക്ക് വേറെ പണിയില്ലേ? വണ്ടി ഒന്ന് നിർത്തിയേ. പ്രതിഭയ ചേട്ടാ, നിന്റെ കോള് കണ്ടോണ്ടുള്ള എന്തൂസിയാസം വെപ്രാളം കൊണ്ട് ഒക്കെ തെറ്റിപ്പോയി. ചേട്ടനാ പ്രതിഭേ? പ്രതാപേട്ടൻ. പ്രതാപേട്ടൻ വീട്ടിലാണോ? ഞാനേ ഒരു നീണ്ട യാത്രയിലാ. എന്താ വിശേഷം വല്ലതും ഉണ്ടോ അവിടെ? ഏറ്റവും വലിയ വിശേഷം നടക്കാൻ പോവല്ലേ ഉദയനൂര്. എന്താ? നന്ദനയുടെ കല്യാണം. കല്യാണോ? അതേനേ, അവൾ ഒരുത്തിനെ കറക്കിയെടുത്തിട്ടുണ്ട്. ജോലിക്ക് പോകുന്ന സ്ഥാപനത്തിലെ മാനേജറാ. മിക്കവാറും നടക്കുന്ന ലക്ഷണ പ്രതാപേട്ട. നേരത്തെ ഒരു തെണ്ടിച്ചക്കര ഉണ്ടായിരുന്നല്ലോ അവൾക്ക്, ആ താടിക്കാരൻ. അത് നാട്ടിൽ വെച്ചുള്ള അഡ്ജസ്റ്റ്മെന്റ്. അവൻ ഇലക്ട്രിസിറ്റി ബോർഡിലെ ക്ലർക്കല്ലേ, ഇവൻ കമ്പനിയിലെ മാനേജറാ. പുളിങ്കൊമ്പ് കണ്ടപ്പോ അവള് മാങ്കൊമ്പ് വിട്ടു. നീയേ പ്രസന്റ് സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ തെളിച്ചു പറ. കാര്യങ്ങൾ പുരോഗമിക്കുക പ്രതാപേട്ട. ശ്യാമപ്രസാദ് എന്നാ പയ്യന്റെ പേര്. നടക്കോ? നടക്കും. നടത്തണോ? പ്രതാപേട്ടൻ എന്ത് തോന്നുന്നു? അത് ഞാൻ പ്രത്യേകം പ്രതിഭയോട് പറയണോ? നടക്കില്ല, നടത്തില്ല. എന്തേ? എനിക്കറിയായിരുന്നു പ്രതാപേട്ടൻ ഇങ്ങനെ പറയുള്ളൂ. അപ്പോ ഞാൻ കാറിന്റെ ഗതി ഒന്ന് തിരിച്ചു വിടുക. പിന്നെ വേറെന്തൊക്കെയുണ്ട്? സുഖാണോ പ്രതിഭയ്ക്ക്? പ്രതിഭ, ഹലോ ഹലോ. അപ്പക്കട്ടി. ശ്യാമപ്രസാദ്, വണ്ടി തിരിച്ചു വിടണം. എക്സ്ക്യൂസ് മീ സർ. ഞാൻ അകത്തോട്ട് വന്നോട്ടെ? ഷോ. താങ്ക് യു. ഓഫീസ് സമയം കഴിഞ്ഞാലും കുറച്ച് സമയം കൂടി സാർ ഇവിടെ ഉണ്ടാവും അറിഞ്ഞു. അതാ ഞാനിപ്പോ ഇവിടെ വന്നത്. പറയാതെ ഞാൻ അങ്ങോട്ട് ഇരുന്നു. താങ്ക് യു. ജോലിയിൽ താങ്കൾ കാണിക്കുന്ന ഈ ശുഷ്കാന്തി, ഓവർ ടൈം പണിയെടുക്കുക, അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സോറി, എനിക്കങ്ങോട്ട് എന്നെ മനസ്സിലായില്ല എന്നല്ലേ? അതെനിക്ക് മനസ്സിലായി. എന്റെ പേര് പ്രതാപവർമ്മ. ഞാനേ ഒരു അഭിനന്ദനം അറിയിക്കാൻ വേണ്ടി വന്നതാ. കൺഗ്രാറ്റുലേഷൻസ്. ഒരു കല്യാണാലോചനയിലല്ലേ സാറിപ്പോ? അതിന്റെ പേരിലാ ഞാൻ കൺഗ്രാറ്റുലേറ്റ് ചെയ്തത്. വളരെ നല്ല ആലോചന, നല്ല ബന്ധം. നന്ദനെ വളരെ നല്ല കുട്ടിയാ. പിന്നെ കോവിലകവും വളരെ നല്ലത്. റോയൽ ഫാമിലി അല്ലേ?
ചുരുക്കത്തിൽ എല്ലാം കൊണ്ടും വളരെ നല്ലത്. എന്നിട്ട് സാറ് കല്യാണ തീയതി ഫിക്സ് ചെയ്തോ?